പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. പച്ചച്ചാണകം പോലത്തെ എന്ന് മനസ്സിൽ പറയാതെ ഭാസി തൻ്റെ ഭാര്യ ഭാനുവിനെ കുറിച്ച് ഓർക്കാറേയില്ല. ആവശ്യത്തിലധികം തടിയുള്ള ഇപ്പോൾ ഗർഭിണിയുമായ ഭാനുവിനെ ഭാസി ഇത്രയും അകന്ന മനസ്സോടെ ചിന്തിക്കാൻ തുടങ്ങിയത് ഹോക്കിൻ്റെ മൂന്നാം ഭാര്യയുമായി പരിചയത്തിലായ ശേഷമാണ്. പുലാവ് നൂറി കൈക്കലാക്കാൻ വേണ്ടി ഹോക്ക് മനഃപൂർവ്വം ഭാസിയുമായി അടുക്കാൻ ഭാര്യയ്ക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്നത് അയാൾക്ക് മനസ്സിലായിട്ടുമില്ല. വീട്ടിൽ അമ്മയും കുട്ടമ്മാമനും അച്ഛനും കരുണനും ഒക്കെയായി സ്വത്ത് ഭാഗം വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഭാസിയുടെ മനസ്സിൽ ഹോക്കിൻ്റെ മൂന്നാം ഭാര്യയാണ്. അവർ എത്ര സുന്ദരിയാണ്, നല്ല പെരുമാറ്റവും. തന്നെയും അവർക്കിഷ്ടമായി. ഭാസി സ്വപ്നങ്ങളിലെ ലോകത്തിലേക്ക് എത്തുകയാണ്. വേലുണ്ണിക്കുറുപ്പിൻ്റെ സ്വത്ത് എത്ര ഭാഗമായി വീതിക്കണമെന്നും തങ്ങൾക്ക് എത്ര ഓഹരി കിട്ടണമെന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുകയാണ് സരസ്വതിയമ്മയുടെ വീട്ടിൽ. വായിക്കാം 4-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗം. പറയുന്നത് കേൾക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അച്ഛൻ വീണ്ടും കസേരയിൽ കിടന്നുവെങ്കിലും ഭാസി ഉടനെ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഏറിപ്പോവും. ക്ഷമ കെട്ടിരിക്കുന്നു. ഇത്ര നേരം ഇവിടെ സംസാരിച്ചതൊക്കെ കേട്ടിട്ടും അച്ഛൻ നിന്നയിടത്ത് തന്നെ നിൽപ്പാണ്. ഏട്ടൻ വേണ്ടത് അറിഞ്ഞു ചെയ്തോളും. ഇഷി ചെയ്തതാണല്ലോ. ചെയ്തതൊക്കെ ശ്രീചേട്ടന് വേണ്ടിയാണെന്ന് മാത്രം. അത് അച്ഛൻ അറിഞ്ഞുകൂടെ? അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഏട്ടൻ്റെ മുഖത്ത് നോക്കി കാര്യം പറയാൻ നട്ടില്ല. അമ്മ പറഞ്ഞതാണ് ശരി. എന്നാൽ അതിങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ? ഞഞ്ഞാ മിഞ്ഞാ പറയാൻ നിൽക്കണത് എന്തിനാ? എന്താ നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ. അച്ഛൻ്റെ സ്വരത്തിൽ വെറുപ്പുണ്ടെന്ന് തോന്നി. സമയം കളയണ്ട. ഭാസി വാച്ച് നോക്കി. 7:45. വൈകിപ്പോയി. ഹോക്കും മിസ്സിസ് ഹോക്കും ഇതിനകം കോലാലംപൂരിലേക്ക് മടങ്ങിയിരിക്കും. ഒത്താൾ റെസ്റ്റ് ഹൗസിൽ കാണാമെന്ന് പറഞ്ഞിരുന്നു. ശരി, പറയാം. ഭാസി അമർഷം അടക്കിപ്പിടിച്ചു. എന്നാൽ വിനയം മുഴുവനും കൈവിടാതെ ദൃഢസ്വരത്തിൽ പറഞ്ഞു. വല്യച്ഛൻ അറിഞ്ഞു വേണ്ടത് ചെയ്യൂ എന്നാണല്ലോ അച്ഛൻ പറയണത്. അതിലിവിടെ ആർക്കും വിശ്വാസമില്ല. എന്താന്ന് വെച്ചാൽ ഇന്നേ വരെ വല്യച്ഛനൊന്നും ചെയ്തിട്ടില്ല. അത് അച്ഛനും അറിയാം, ഇല്ലേ? അച്ഛൻ മറുപടി പറഞ്ഞില്ല. അറിയാം, ഇല്ലേ? നിനക്ക് പറയാനുള്ളത് പറയേ. ഇതുവരെ ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല. അല്ലെങ്കിൽ ഞാൻ വല്യച്ഛനോട് ആവശ്യപ്പെട്ടത് നിസ്സാര കാര്യമാണ്. വേസ്റ്റ് ലാൻഡായി കിടക്കുന്ന വസ്തു നല്ലൊരു കാര്യത്തിന് വിട്ടുതരൂന്ന്. അതിന് കിട്ടിയ മറുപടി അറിയാലോ. അങ്ങനത്തെ ആള് അറിഞ്ഞു ചെയ്യുമെന്ന് എങ്ങനെയാ വിശ്വസിച്ചിരിക്കുക? അത് കിട്ടാഞ്ഞത് നീ വേണ്ട വിധത്തിൽ ചോദിക്കാഞ്ഞിട്ടല്ലേ? ഏട്ടൻ്റെ അടുത്ത് അവകാശവും അധികാരവും പറയാൻ പോയാൽ നടപ്പില്ല. ശരി, സമ്മതിച്ചു. ഞാൻ വേണ്ട വിധത്തിൽ പറയാഞ്ഞിട്ടേ. ഞാൻ വിവരം കെട്ടോനാണ്. എന്നാൽ അച്ഛൻ വേണ്ട വിധത്തിൽ പറഞ്ഞു വാങ്ങിച്ചു തരൂ. അതേ ഞാൻ പറയണുള്ളൂ. അങ്ങനെ ചോദിച്ചു വാങ്ങണ്ട. കിട്ടുമ്പോൾ കിട്ടുന്നത് വാങ്ങിക്കാം. അതുവരെ ക്ഷമിച്ചിരിക്കാം. അതാ ഞാൻ പറയണത്. അതെന്താ നിനക്ക് മനസ്സിലാവാത്തത്? പിന്നെയും പറയും മാപ്പിള തൊള്ളാന്ന്. അമ്മ ഇടയ്ക്ക് കയറി വെറുപ്പോടെ പറഞ്ഞു. ഇത്രയും നേരം പറഞ്ഞതൊക്കെ കുടത്തിന്റെ പുറത്ത് വെള്ളമൊഴിച്ചതുപോലായി. എൻ്റെ തലയിലെഴുത്ത്. അല്ലാണ്ട് എന്ത് പറയാനാ? തലയിലെഴുത്ത് എന്റെയാണ്. അച്ഛൻ വേദാന്തിയുടെ മട്ടിൽ ശാന്തനായിട്ടാണ് പറഞ്ഞത്. അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ടതുമില്ല. അല്ല, കുറ്റം പറയണം എന്നെ. ഞാനല്ലേ ഒരാളുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ചത്? അമ്മ അച്ഛനെ കിഴിക്കുന്ന മാതിരി ഒരു നോട്ടം നോക്കി. ഞാനില്ലാന്ന് വെച്ചാൽ കാണായിരുന്നു. ഇപ്പോ എവിടെയാന്ന്? അച്ഛൻ മറുപടി പറഞ്ഞില്ല. ഗൗരവം ഭാവിച്ച് മിണ്ടാതെ കിടന്നു. ഭാസിക്ക് പെട്ടെന്ന് സഹതാപം തോന്നി. തൊട്ടാൽ പൊടിയുന്നതാണ് ആ ഗൗരവഭാവമെന്നറിയാം. എത്രയോ തവണ കണ്ട് തഴമ്പിച്ച രംഗമാണ്. അമ്മ ഒന്നുകൂടി തറപ്പിച്ച് പറഞ്ഞാൽ മതി അച്ഛൻ ഒടിഞ്ഞു വീഴും. ഉള്ളിലെ ജാള്യവും കുഴമറിയും മറച്ചു പിടിക്കാൻ പതിവ് പോലെ കണ്ണടയുടെ വോള്യം കൺട്രോൾ പിടിക്കുകയാണ്. അമ്മ സാരിത്തുമ്പുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നു. ഒന്ന് തേങ്ങിയാൽ മതി അച്ഛൻ കീഴടങ്ങും എന്നമ്മയ്ക്കറിയാം. പക്ഷെ അമ്മ അത് ചെയ്യില്ല. അത് കൂടാതെ തന്നെ അച്ഛൻ കീഴടങ്ങണം. എന്നാലല്ലേ തേജോവധം മുഴുവനാവുകയുള്ളൂ. എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ? പച്ചച്ചാണകത്തെ പോലെയുള്ള ഭാനു പോലും പ്രയോഗിക്കുന്ന അടവാണ്. പക്ഷേ താൻ അച്ഛനെ പോലെ അല്ല എന്നവൾക്കറിയാം. മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോ രാവുണ്ണിയേട്ടനും ഓപ്പോളും എന്തിനാ ഒന്നും രണ്ടും പറയണത്? കുട്ടമ്മാമൻ അസുഖകരമായ അന്തരീക്ഷം തെളിയിക്കാൻ ശ്രമിച്ചു. കാര്യങ്ങൾ ശാന്തമായിട്ട് സംസാരിക്കാലോ.
കരുണൻ ആകപ്പാടെ അബദ്ധമായ മട്ടിലാണിരിപ്പ്. അമ്മ അച്ഛനോടൊന്നും പറയാൻ പോണ്ട. ഭാസി സമീപനമൊന്നും മാറ്റി. അച്ഛനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട. മക്കൾക്ക് അത്രയേ യോഗമുള്ളെന്ന് കരുതി സമാധാനിച്ചോളാം. അനിയനും മക്കളും ഇപ്പുറത്തുള്ളപ്പോൾ വല്യച്ഛൻ്റെ സ്വത്ത് വല്ലോരും കൊണ്ടുപോയി തിന്നട്ടെ. അച്ഛന് സമാധാനാവൂലോ? അച്ഛൻ തലയുയർത്തി കത്തി കൊണ്ട് കുത്തുന്നത് പോലെ ഒരു നോട്ടം നോക്കി. ഉള്ളിൽ രസമാണ് തോന്നിയത്. പറഞ്ഞത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കും ഭാസി. കുട്ടമ്മാമൻ മുന്നോട്ട് ആഞ്ഞിരുന്നു. ഒപ്പോഴും വെറുതെ അപ്സെറ്റ് ആവണ്ട. നമ്മളൊക്കെ കുറെ പ്രായമായി. ഇരുത്തം വന്നവരല്ലേ. രാവുണ്ണിയേട്ടനാണെങ്കിൽ നമ്മളെക്കാളൊക്കെ പ്രായമുള്ള ആളാണ്. നമ്മളെക്കാളൊക്കെ അറിവുണ്ട്, കാര്യം കാണാനുള്ള കണ്ണുണ്ട്. അപ്പോ ഒന്നും കാണാതെ ഇങ്ങനെ പറയില്ല. വേലിയേട്ടനെ ആണെങ്കിൽ രാവുണ്ണിയേട്ടനെ പോലെ വേറെ ആർക്കും അറിയില്ലേനും. അച്ഛനെ ഒന്ന് പദപ്പെടുത്തി എടുക്കാനാണ് കുട്ടമ്മാവൻ ശ്രമിക്കുന്നതെന്ന് കുട്ടികൾക്ക് പോലും മനസ്സിലാവും. അച്ഛനും മനസ്സിലാവും. എന്നാലും ഉള്ളിൽ സന്തോഷം തോന്നിയിരിക്കും, പുറത്ത് കാണിച്ചില്ലെങ്കിലും. അതച്ഛൻ്റെ പ്രകൃതി. വെളിച്ചം ശരിക്കു വീഴാത്തത് കൊണ്ട് മുഖഭാവം വ്യക്തമല്ല. എന്നാലും വലിവിത്തിരി അയഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ വല്ലാതെ വിളർത്തിരിക്കുന്നു. പനി കാരണമാവും. മുഖം പിന്നെ പിന്നെ മെലിഞ്ഞു വരികയാണ്. തൊലി കവളലിൽ ഒട്ടിപ്പിടിച്ചതുപോലെയായിരിക്കുന്നു. തല പറ്റ വെട്ടുന്ന ഏർപ്പാട് നിർത്തിയാൽ തന്നെ മുഖത്തിനൊരു ജീവൻ വെക്കും. ഇപ്പോൾ സൂക്കേടുകാരനെ പോലെയുണ്ട്. രാവുണ്ണേട്ടാ, കുട്ടമ്മാവൻ സംഭാഷണം തുടർന്നു. ഓപ്പോളും ഭാസിയും പറഞ്ഞതൊന്നും കണക്കിലെടുക്കണ്ട. ഫോർഗെറ്റ് ഇറ്റ്. രാവുണ്ണേട്ടന് എന്താ പറയണമെന്ന് വെച്ചാൽ അത് കേൾക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. കാര്യമായിട്ട് തന്നെയാണ് പറയണത്. സംഗതികൾ ഭംഗിയായിട്ട് കലാശിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ. അതിന് രാവുണ്ണേട്ടൻ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. എന്താ കരുണ, അങ്ങനെയല്ലേ? അതെ, അത്രേ വേണ്ടൂ. കൊച്ചമ്മാമൻ ഒരു വഴി പറയാമെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ബാക്കിയുള്ളവർക്കൊക്കെ സമ്മതമായിരിക്കും. എൻ്റെ കാര്യം ഏതായാലും ഷുവർ. കഴിഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീയോ ഭാസി? അതിന് അച്ഛൻ എന്തെങ്കിലും ഒരു വഴി പറയണ്ടേ? ഏട്ടൻ വേണ്ടത് അറിഞ്ഞു ചെയ്തോളും എന്ന് പറയുന്നത് ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാ കണ്ടില്ലേ? അച്ഛൻ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. എന്തിനാ വർത്തമാനം പറയണത്? കരുണ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കും, അതെനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? കേൾക്കേണ്ടവര് കേൾക്കണ്ടേ? അവർക്കൊന്നും ഞാൻ പറഞ്ഞ ഒരു വിലയില്ല. അമ്മയായാലും മക്കളായാലും. ഞാൻ ആരാ? ഒരു പിടിപ്പും ഇല്ലാത്ത യൂസ്ലെസ് ഫെലോ. എന്താ രാവുണ്ണേട്ടൻ അങ്ങനെ പറയുന്നത്? കുട്ടമ്മാമൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. രാവുണ്ണേട്ടൻ പറഞ്ഞാൽ വകവെക്കാത്തവർ ഇവിടെ ആരുമില്ല. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയും പറയുമായിരിക്കും. പക്ഷെ രാവുണ്ണേട്ടൻ മുറിച്ചു പറഞ്ഞാൽ ആരെങ്കിലും വകവെക്കാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വകവെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും വരില്ലല്ലോ. അമ്മയുടെ നേരെ കണ്ണ് ചൂണ്ടിക്കൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്. വാക്കുകളിൽ ആക്ഷേപവും ആവലാതിയും ഒരേപോലെ നിഴലിച്ചിരുന്നു. കുട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണാവോ ഇപ്പൊ ഇത്രയൊക്കെ വന്നത്? അമ്മ പൊട്ടിത്തെറിച്ചു. ഇങ്ങനെ ഒരാളുടെ വാക്കും കേട്ട് കൈയും കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്തിരി നേരം മിണ്ടാതിരിക്കൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവാണ്. കുട്ടമ്മാമ്മൻ ജ്യേഷ്ഠത്തിയോടാണ് സംസാരിക്കുന്നതെന്ന് കണക്കാക്കാതെ ഒച്ച സ്വല്പം ഉയർത്തി. കാര്യം നടക്കണോ വേണ്ടേ? നടക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമ വേണം. രാവുണ്ണേട്ടന്റെ സമ്മതവും ഉപദേശവും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും പുറപ്പെട്ടാൽ ഒന്നും നടക്കാൻ പോണില്ല. എനിക്കെന്താ കാര്യം പറഞ്ഞൂടെ? പറയാം. പറയേണ്ടവരോട് പറയേണ്ട പോലെ പറയണം. ഓപ്പോൾക്ക് രാവുണ്ണേട്ടനോട് എന്തും പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. സമ്മതിച്ചു. പക്ഷെ രാവുണ്ണേട്ടൻ പറയണതും ശ്രദ്ധിക്കണ്ടേ? ശരി, അമ്മ കീഴടങ്ങി. നീ പറയണ പോലെ ആവട്ടെ. ഞാനൊരു അക്ഷരം മിണ്ടണില്ല. ഒപ്പോളൊരു കാര്യം ചെയ്യൂ. ഇവിടെ ഇരുന്നാൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും. കുളിയും നാമം ചൊല്ലിലും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ രാവുണ്ണേട്ടനോടൊന്ന് സംസാരിക്കട്ടെ. ശരി, ഞാൻ കൂട്ടിയിട്ട് പറ്റാത്തത് നീ കൂട്ടിയാൽ പറ്റുമോ നോക്ക്. ഭാസി അമ്മയും കുട്ടമ്മാമ്മനെയും മാറി മാറി നോക്കി. നേരത്തെ റിഹേഴ്സ് ചെയ്ത രംഗം അഭിനയിക്കുകയാണോ എന്ന് തോന്നും. അത്ര കണക്കിനൊത്തിരിക്കുന്നു പറച്ചിലും ഭാവവും. അച്ഛനെ കീശയിലാക്കാനുള്ള പ്ലാനാണ് കുട്ടമ്മാമൻ ഇടുന്നതെന്ന് വ്യക്തം. ആർക്കും മനസ്സിലാവും, അച്ഛനൊഴിച്ച്. അച്ഛനൊരു ശുദ്ധഗതിക്കാരനാണ്. പൊക്കിയാൽ പൊങ്ങും. പിന്നെ എന്ത് സമ്മതിപ്പിക്കാം. കരുണന് സംഗതി പിടികിട്ടിയോ എന്നറിഞ്ഞുകൂടാ. മിണ്ടാതിരിക്കുകയാണ്. അമ്മ കോണി ഇറങ്ങിപ്പോയപ്പോൾ കുട്ടമ്മാമൻ എഴുന്നേറ്റ് അച്ഛൻ്റെ തൊട്ടടുത്തുള്ള സെറ്റിയിൽ പോയിരുന്നു. രാവുണ്ണേട്ടൻ മനസ്സിലൊന്നും വെക്കരുത്. കുട്ടമ്മാമൻ ഒച്ച തീരെ മയപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ, ഓപ്പോൾ ഇത്തിരി പരിഭ്രമത്തിലാണ്. അതൊന്നുമല്ല, എപ്പോഴും ഇത് തന്നെയാ വേഷം. അതിപ്പോ ഓപ്പളെ കുറിച്ച് രാവുണ്ണേട്ടനാണ് എന്നെക്കാൾ കൂടുതൽ അറിയാം. ചിലപ്പോൾ ഇത്തിരി വാശിയും ചേട്ടത്തരവും ഉണ്ട്.
പക്ഷെ ഉള്ളു മഹാശുദ്ധാണെന്ന് രാവുണ്ണിയേട്ടന് തന്നെ അറിയാലോ. പിന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ പണ്ടേ ഇത്തിരി വെപ്രാളം കൂടുതലാണ്. അവർക്ക് എത്ര ചെയ്താലും പോരാന്നാണ്. അത് രാവുണ്ണിയേട്ടന് അറിയില്ലേ? കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഓപ്പോള് പിടിച്ച പിടി തന്നെ നിൽക്കും. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. അതൊക്കെ ശരിയാണ് കുട്ടാ. എന്നാലും ഒന്നുമില്ല. അതാ സംഗതി. ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും മക്കളെന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതറിഞ്ഞ് നമ്മൾ ഇത്തിരി വിട്ടുകൊടുക്കണമെന്നേ. ഇത്തിരി വിട്ടുകൊടുത്താൽ മതി, അവർക്ക് സന്തോഷാവും. അല്ല, നമ്മളീ കഷ്ടപ്പെടണത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ? അത് അവൾക്കും കൂടി തോന്നണ്ടേ? തോന്നായികയൊന്നുമില്ല. കുട്ടമ്മാമൻ മൃദുവായൊന്നു ചിരിച്ചു. അധികം തോന്നിയിട്ടുള്ള കുഴപ്പാണ്. അതൊന്നും സാരില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒപ്പോൾ 2 ദിവസമായിട്ട് ഇത്തിരി വെപ്രാളത്തിലാ. അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. അതല്ലേ ഇത്രയും നേരം പറയാൻ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ വേറെ ഓരോന്ന് പറഞ്ഞു കാര്യം പറയാൻ സമയം കിട്ടിയില്ല. ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാവണ ലക്ഷണമുണ്ട്. എന്താ അത്? കുട്ടമ്മാമൻ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. വിരലുകൊണ്ട് കസേരയുടെ കയ്യിൽ താളം പിടിച്ചുകൊണ്ടിരുന്നു. നാടകീയമായ എന്തോ പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്ന പോലെ പുരികം കോട്ടിയിട്ടുണ്ട്. മൊട്ടത്തലയിലേക്ക് കയറി നിൽക്കുന്ന കഷണ്ടി ചുളിച്ചിട്ടുണ്ട്. ചെവിയിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇടുങ്ങിയ കണ്ണുകൾ ഉരുക്കുമുന പോലെ കൂർത്ത പ്രകാശമുണ്ട്. എന്താണ് ഇത്ര ആലോചിച്ച് പറയാനുള്ള സംഗതി? എന്താ പറയൂ കുട്ടാ. അത് പറയണതിന് മുമ്പ് ഞാനൊരു കൂട്ടം ചോദിച്ചാൽ രാവുണ്ണിയേട്ടൻ സത്യം പറയാമോ? അറിയണതാണെങ്കിൽ പറയാം. അറിയണത് തന്നെയാണ്. വേലുണ്ണിയേട്ടൻ സ്വത്തും ബിസിനസ് സംബന്ധിച്ച പ്രധാന കാര്യങ്ങള് പണ്ട് രാവുണ്ണിയേട്ടനോട് ചോദിച്ചല്ലേ ചെയ്യാറ്? അതെ, ചോദിക്കാറുണ്ട്. പക്ഷേ തീരുമാനിക്കുന്നത് ഏട്ടന്റെ ഇഷ്ടം പോലെയാണ്. ഇപ്പോഴും ശ്രീധരനോടും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്നെ കൺസൾട്ട് ചെയ്യണമെന്ന്. അവനത് പതിവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഏട്ടൻ നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നും അല്ലാന്ന്. അതല്ല, സംശയം ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഈ കണ്ടമാനം ചാരിറ്റിക്ക് കൊടുക്കണത് രാവുണ്ണിയേട്ടനോട് ചോദിച്ചിട്ടാണ്. അച്ഛൻ നീട്ടി മൂളി. എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ്, അറിയാതെയൊന്നുമില്ല. ആട്ടെ, എന്തിനാ ഇപ്പൊ അതൊക്കെ ചോദിക്കണത്? വേറൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വേലുവേട്ടൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ രാവുണ്ണിയേട്ടന് അറിയൂലോ. അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് അറിയാമെന്ന് വെച്ചിട്ടാണ്. അച്ഛൻ കുടുക്കിൽ. ഭാസി വീണ്ടും കുട്ടമ്മാമനെ സൂക്ഷിച്ചൊന്ന് നോക്കി. മൂപ്പരോടുള്ള ആദരവ് വർദ്ധിക്കുകയാണ്. എത്ര സൂത്രത്തിലാണ് അച്ഛനെ കെണിയിൽപ്പെടുത്തിയത്. വലിയച്ഛൻ വില്ലെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ പറയാതെ ഒക്കില്ല. എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് കേൾവി. എഴുതി വെക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. അച്ഛന് അതിലെന്താണെന്ന് അറിയാമോ ആവോ? അതുകൊണ്ടാണോ ഏട്ടൻ വേണ്ടതൊക്കെ അറിഞ്ഞു ചെയ്യുമെന്ന് ഇത്ര ഉറപ്പായിട്ട് പറയണത്? എന്താ രാവുണ്ണിയേട്ടൻ മിണ്ടാത്തത്? ആലോചിക്കുകയായിരുന്നു. എന്താ അത്ര ആലോചിക്കാനുള്ളത്? എഴുതി വെച്ചിട്ടുണ്ടോന്നോ അറിയേണ്ടു. എന്താ എഴുതി വെച്ചേക്കണതെന്നുള്ളത്? ഏട്ടൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളടക്കം എന്താണെന്ന് എനിക്കറിയില്ല. അതൊന്നും എന്നോട് ചോദിക്കേണ്ട. പറയുന്ന രീതി കേട്ടാൽ തന്നെ അറിയാം ഉള്ളടക്കം എന്താണെന്ന് അച്ഛന് അറിവുണ്ടെന്ന്. അതൊന്നും എന്നോട് ചോദിക്കണ്ട എന്നുള്ള പറച്ചിലും മതി തെളിവായിട്ട്. ഉള്ളടക്കം എന്താന്ന് രാവുണ്ണിയേട്ടന് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ തീരുമാനിക്കാം? വേലുണ്ണിയേട്ടൻ വേണ്ടത് ചെയ്തോളുംന്ന് ഏട്ടനെ എനിക്കറിയാം. അത് തന്നെ. അതൊരു ഉറപ്പാണോ രാവുണ്ണിയേട്ടാ? വേലുവേട്ടന് ഓരോരുത്തരുടെ പ്രീതി, ഓരോരുത്തരുടെ ദേഷ്യവും. ഒരിക്കൽ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേന്ന് ഒരു തോന്നലിനെ മാറ്റിക്കൂടാന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഉറപ്പിക്കുക? കുട്ടൻ ഇങ്ങനെയൊക്കെ തോന്നണത് ഏട്ടനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോരുത്തരുടെയും നേരെ ചാടുകയും കടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ട കാര്യങ്ങളൊന്നും വിട്ടുകളയില്ല. എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്കും കുട്ടികൾക്കും ബാക്കി എല്ലാവർക്കും സുഖമായിട്ട് കഴിയാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഏട്ടൻ പറഞ്ഞ അതേ വാക്കുകളാണ് ഞാൻ പറയണത്. അതറിഞ്ഞുകൊണ്ടാണ് എല്ലാവരോടും ഉപദേശിച്ചത് വഴക്കിനും വക്കാണത്തിനും ഒന്നും പോണ്ടാന്ന്. കാര്യം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കുട്ടൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വഴക്കൊഴിവാക്കണം. അച്ഛൻ വിജയഭാവത്തിൽ പിന്നോക്കം ചാരിയിരുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. നോട്ടം തന്നിൽ വന്ന് വീണപ്പോൾ ഭാസിക്കൽപ്പം വല്ലായ്മ തോന്നി. ഈ കേട്ടത് ശരിയാണെങ്കിൽ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ഇടപെടാഞ്ഞതിൽ കുറ്റം പറഞ്ഞുകൂടാ. പറഞ്ഞത് ശരിയാവാനും വഴിയുണ്ട്. വല്യച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ കൂടുതലും ശ്രീചേട്ടന്റെ ഭാഗത്തേക്കാവും. അത് തീർച്ച. നല്ലൊരു പങ്ക് ഭദ്രചേച്ചിക്കും പോവും, രാജിക്കും.
അത് സമ്മതിക്കാം, അർഹിക്കുന്നതാണ്. പക്ഷേ ശ്രീചേട്ടന് വേണ്ടത് ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വീട്, കമ്പനികളിൽ ധാരാളം ഷെയർ, കാറ്, അങ്ങനെ സുഖവേട്ടനും ആവശ്യമുള്ളത് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും സ്വന്തമായിട്ട് വേറെ സമ്പാദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ കൊടുക്കണത്? പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കും. 3/4 ഭാഗവും അങ്ങോട്ട് പോകും. ബാക്കിയുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക്. ചിറിയിൽ തേക്കാൻ നക്കാപ്പിച്ച ഇത്തിരീശെ ആർക്ക് വേണം? എന്താ ബാക്കിയുള്ളൊരു പിച്ചക്കാരാണോ? പകുതിയെങ്കിലും ഇങ്ങോട്ട് കിട്ടണം. പോരാ, അവകാശം പറഞ്ഞാൽ പകുതി പോരാ. ഭദ്രചേച്ചിക്ക് മാത്രം വേണ്ടത് കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ രക്തബന്ധമുള്ളവർക്ക് തന്നെയാ കൊടുക്കേണ്ടത്. അച്ഛന്റെ മക്കൾക്ക്, കരുണേട്ടന്, അമ്മായിക്ക്. അതാ ശരിയായിട്ടുള്ള ന്യായം. ഇനി ഞാൻ പറയാൻ പുറപ്പെട്ടത് പറയാം. കുട്ടമ്മാവൻ അളന്നു മുറിച്ചാണ് ഓരോ വാക്കും പറയണതെന്ന് തോന്നി. രാവുണ്ണേട്ടൻ വിചാരിക്കുന്ന മാതിരിയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് തോന്നുന്നില്ല. വേലേട്ടൻ ഒരു പുതിയ ബില്ല് എഴുതാനുള്ള പുറപ്പാടുണ്ട്. ഉവ്വോ എന്തേ രാവുണ്ണേട്ടൻ അറിഞ്ഞില്ലേ? അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. സംഗതി വാസ്തവമാണോ? കുട്ടമ്മാമൻ മുമ്പേ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയും പറഞ്ഞില്ല. കുട്ടമ്മാവൻ അവിട്ടെ അടിച്ചതാണ് എന്നും തോന്നുന്നില്ല. കരുണന്റെ മുഖത്ത് അമ്പരപ്പോ അത്ഭുതമോ ഇല്ല. അറിഞ്ഞിട്ടുണ്ടാവും, തന്നോട് പറഞ്ഞിട്ടില്ല. അതെന്താ? താൻ അറിയേണ്ട കാര്യമല്ലേ. ഇത് കഴിയട്ടെ. കുട്ടമ്മാമനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ചോദിക്കണം. രഹസ്യത്തിന്റെ ഉള്ളിലും രഹസ്യമോ? അത് പറ്റില്ല. ഞാൻ നുണ പറയാണെന്ന് വിചാരിക്കാണോ രാവുണ്ണിയേട്ടൻ? അതല്ല, സംശയമുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കിക്കോളൂ. ഉണ്ണിയെയാണ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. കുട്ടൻ എങ്ങനെ അറിഞ്ഞു? അത് ചോദിക്കേണ്ട. വാസ്തവമാണോ എന്ന് അന്വേഷിച്ചു നോക്കിക്കോളൂ. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഇരിക്കില്ല. അതാണ് രാവുണ്ണിയേട്ടന്റെ ശുദ്ധത. കുട്ടമ്മാമൻ പുഞ്ചിരി തൂകി. രാവുണ്ണിയേട്ടനെ അറിയാതെയും രാവുണ്ണിയേട്ടനോട് ചോദിക്കാതെയും പലതും നടക്കുന്നുണ്ട്. രാവുണ്ണിയേട്ടൻ അതൊന്നും അറിയില്ല. നേരെ വാ നേരെ പോ എന്നല്ലേ? രാവുണ്ണിയേട്ടൻ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബോധ്യം വരും. 2-3 കൊല്ലമായിട്ട് രാവുണ്ണിയേട്ടനോട് ഒന്നും ചോദിക്കാറില്ലാന്ന്. ചോദിച്ചാൽ തന്നെയും രാവുണ്ണിയേട്ടന്റെ അഭിപ്രായം കണക്കിലെടുക്കാറില്ലാന്നും. അത് കുട്ടൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, എന്നാലും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യൻ അസോസിയേഷൻ ക്ലബ് ഹൗസിന് ഡൊണേറ്റ് ചെയ്യുമ്പോൾ രാവുണ്ണിയേട്ടൻ ഉപദേശിച്ചില്ലേ വേണ്ടാന്ന്? വെറുതെ കള്ളു കുടിക്കാനുള്ള സ്ഥലമാണ് അതെന്ന് കേട്ടുവോ? ശ്രീധരൻ പറഞ്ഞതല്ലേ എടുത്തത്? ഗോൾഫ് കോഴ്സ് പണിയാൻ കാശ് കൊടുത്തപ്പോ പറഞ്ഞില്ലേ അതിലും നല്ലത് ഹോസ്പിറ്റലിൽ ഒരു എക്സ്ട്രാ യൂണിറ്റ് മേടിച്ചു കൊടുക്കുകയാണെന്ന്? കേട്ടുവോ? മക്നോട്ടൻ സാഹിബിന്റെ വീട് വാങ്ങിക്കാൻ പുറപ്പെട്ടപ്പോ അല്ല, എന്തിനാ ഞാനിതൊക്കെ എണ്ണി പറയണത്? രാവുണ്ണിയേട്ടനെ അറിയണ കാര്യമാണല്ലോ. നല്ലോണം ഒന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ചിങ്ങോട്ടായിട്ട് ഉണ്ണി പറഞ്ഞതല്ലേ വേലുവേട്ടിന് വേദവാക്യം. രാവുണ്ണിയേട്ടനെ കണക്കിലെടുക്കാറുണ്ടോ? അച്ഛൻ മറുപടി പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തു പറയാനാണ്? അച്ഛന്റെ മുഖം കൂടുതൽ വിവരണമായിരിക്കുന്നു. മൂക്കാരോ ഇടിച്ചു പരത്തിയതുപോലെ. കുട്ടമ്മാവൻ ശരിക്കും മറിഞ്ഞു തന്നെയാണ് പ്രയോഗിക്കുന്നത്. അല്ല, ഞാനിതൊക്കെ പറയണോണ്ട് രാവുണ്ണേട്ടന് എന്നോട് അലോഗ്യാവൂന്ന് എനിക്ക് പേടി. എന്നാലും അറിഞ്ഞിരുന്നിട്ട് പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഇപ്പോ വേലുവേട്ടൻ പുതിയ വില്ലെഴുതാനുള്ള പുറപ്പാടാണ്. രാവുണ്ണിയേട്ടനോട് അരവാക്കു മിണ്ടിയോ? ഇല്ല. നേരത്തെ പറയാത്തത് പോട്ടെ. രാവുണ്ണിയേട്ടൻ ഇന്ന് രാവിലെ അവിടെ പോയതല്ലേ? ഏട്ടന് ഇത്തിരി സുഖമില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും ഓടിച്ചെന്നതല്ലേ? ഇതിനെപ്പറ്റി കമാന്ന് മിണ്ടിയോ? ഇല്ല. അപ്പൊ പിന്നെ ഓപ്പോൾ എടുത്തടിക്കണതിൽ എന്താ തെറ്റ്? അനിയന് ഏട്ടനോടുള്ള കൂറിന്റെ ഒരംശം ഏട്ടന് അനിയനോടും വേണ്ടേ? ഉണ്ടെന്ന് നാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാണിക്കണ്ടേ? എന്താ ഞാൻ പറയണത് ന്യായല്ലേ? കരുണൻ പറയൂ. കരുണൻ മൗനം പാലിച്ചതേയുള്ളൂ. അതിപ്പോ അച്ഛന് കുറച്ചിളക്കം തട്ടിയിരുന്നുവെന്ന് തോന്നി. പുതിയ ബില്ല് എഴുതുന്നുണ്ട് എന്ന് തീർച്ചയാണോ? ഇല്ലെങ്കിലോ? തീർച്ചയില്ലാണ്ടേ കുട്ടനൊന്നും പറയില്ല രാവുണ്ണിയേട്ടാ. വേണമെങ്കിൽ ഇപ്പൊ പോയി അന്വേഷിച്ച് നോക്കിക്കോളൂ. ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നാക്കറുത്ത് ഇലയിൽ വെച്ച് തരാം. കുട്ടമ്മാവൻ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? ഭാസി തലകുലുക്കി. ആളൊരു ജഗജില്ലി തന്നെ. അച്ഛൻ ഇരുന്നു പോയിരിക്കുന്നു. സൂചി കൊണ്ട് കുത്തിയാൽ മുഖത്ത് ചോര പൊടിയില്ല. ഇനി അച്ഛന് ഒരു ന്യായവും പറയാൻ കാണില്ല. കുട്ടമ്മാമൻ ഉദ്ദേശിച്ച ദിക്കിന് കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നു. അസാധ്യ പുള്ളി. എത്ര നൈസായിട്ടാണ് അച്ഛനെ വെട്ടി വീഴ്ത്തിയത്. കുട്ടമ്മാമൻ തന്നോടൊപ്പം നിൽക്കുന്നത് വലിയൊരു കാര്യം തന്നെ. മണി 8:10. മിസ്റ്റർ ഹോക്കും മിസ്സിസ് ഹോക്കും പോയിരിക്കും. ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ്.
എന്ത് നല്ല സ്ത്രീയാണവര്, എന്തു മര്യാദയുള്ള പെരുമാറ്റം. കോടീശ്വരന്റെ ഭാര്യയാണെന്ന ഭാവമൊന്നുമില്ല, കണ്ടാലും എന്തൊരു സുന്ദരി. അവർക്ക് തന്നെയും പിടിച്ചിരിക്കുന്നു. ഏട്ടനെങ്ങനെ ചെയ്യോ? അച്ഛന്റെ ശബ്ദത്തിൽ നിരാശ പ്രകടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇതുവരെ അങ്ങനെയല്ലാതെ കഴിഞ്ഞു പോന്നിട്ടുള്ളത്. അതൊക്കെ അത്രേ ഉള്ളൂ രാവണേട്ടാ. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ. പക്ഷേ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് രാവണേട്ട ഒന്നും തീരുമാനിക്കണ്ട. സൗകര്യം പോലെ ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഞാനെന്തിനാ ചോദിക്കണത്? അസഖ്യതയോടാണ് അച്ഛൻ പറഞ്ഞത്. എന്നോട് പറയാൻ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഞാനെന്തിനാ നാണമില്ലാതെ പോയി ചോദിക്കണത്? ഞാൻ ചോദിക്കൊന്നുമില്ല. കുട്ടമ്മാമന്റെ മുഖത്ത് വിജയഭാവം നിഴലിച്ചിരുന്നു. കരുണനെ നോക്കിയ നോട്ടത്തിൽ പ്രത്യേകിച്ചു. വിജയഭാവം മാത്രമല്ല, ഞാനുള്ളപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന ഉറപ്പും നിഴലിച്ചിരുന്നു. ഭാസിക്ക് മനസ്സിലല്പം കുളിർമ തോന്നി. അച്ഛനായിരുന്നു ഏറ്റവും വലിയ തടസ്സം ഇതേവരെ. അച്ഛനും കൂടി പൂർണ്ണമായി ഈ ഭാഗത്ത് നിന്നാൽ എല്ലാം ശുഭമാവും. അതല്ല, കുട്ടമ്മാമൻ പിൻവലിയുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു വേലേട്ടനും രാവുണ്ണിയേട്ടനും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാക്കി എന്ന് വരരുത്. എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. മണിക്കുട്ടിയുടെ അമ്മാമ്മന്മാരല്ലേ. പക്ഷേ രാവുണ്ണിയേട്ടൻ ഓപ്പോളുടെ ഭർത്താവും കൂടിയാണല്ലോ. അപ്പോൾ രാവുണ്ണിയേട്ടനോട് ഇത്തിരി കൂടുതൽ ചായ്വ് കാണും. അതുകൊണ്ട് പറഞ്ഞതാ. കുട്ടൻ പറഞ്ഞത് നന്നായി. അച്ഛൻ കൈകൾ കഴുത്തിന് പിറകിൽ കോർത്ത് തല അതിൽ വെച്ച് തട്ടിൽ ദൃഷ്ടി ഉറപ്പിച്ച് കിടന്നുകൊണ്ട് തുടർന്നു. വാസ്തവം പറഞ്ഞാൽ എനിക്കും കുറച്ച് കാലമായിട്ട് തോന്നി തുടങ്ങിയിരിക്കണു. സരസ്വതി പറയുമ്പോൾ ഞാൻ മറിച്ച് പറയാറുണ്ടെന്നേ ഉള്ളൂ. കുട്ടൻ പറഞ്ഞതിൽ കുറച്ച് വാസ്തവം ഇല്ല. ഇനിയിപ്പോൾ പറയാലോ. പുലാവ് നൂറിയിലെ വസ്തുവിൻ്റെ കാര്യം ഞാനിന്ന് സൂചിപ്പിക്കുകയല്ല. ഏട്ടനോട് കാര്യമായിട്ട് പറഞ്ഞില്ല എന്ന് വെച്ചോളൂ. ഏട്ടൻ ഒരു താല്പര്യവും കാണിച്ചില്ല. അതുവോ? കുട്ടമ്മാമൻ അത്ഭുതം അഭിനയിച്ചു. അത്ര ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്താ ശരിക്കും ഉണ്ടായത്? അങ്ങനെ തെളിച്ചൊന്നും പറഞ്ഞില്ല. സരസ്വതി പലതവണയായി പറയുന്നു. ഒരു ദിവസം ഞാൻ ഏട്ടനോട് ചോദിച്ചു, പുലാവ് നൂറിയിലെ വസ്തു വെറുതെ കിടക്കാണല്ലോ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? അതൊക്കെ ഇപ്പൊ ശ്രീധരനാ നോക്കണമെന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല. അങ്ങനെ വരട്ടെ. ഇപ്പൊ തെളിഞ്ഞില്ലേ കുട്ടൻ വെറുതെ പറഞ്ഞതല്ലാന്ന്. രാവുണ്ണിയേട്ടന് തന്നെ ബോധ്യായില്ലേ? ഇനിയിപ്പോ എന്തായാലും എനിക്ക് വിരോധമില്ല. ഞാൻ കള്ളനല്ലെന്ന് തെളിഞ്ഞൂലോ, അത് മതി. കുട്ടമ്മാമൻ എഴുന്നേറ്റു. ബാക്കിയൊക്കെ നിസ്സാരാണ്. എന്താ കുട്ടമ്മാമൻ എണീറ്റത്? പോവാറായോ? ഇല്ല, ഒന്ന് മൂക്ക് ചീറ്റാനാ. നീ പോയിട്ട് അമ്മയുടെ കുളി കഴിഞ്ഞോന്ന് നോക്ക്. ഉവെങ്കിൽ വരാൻ പറയൂ. ഇനി ഓപ്പോളും കൂടി ഉള്ളപ്പോ പറയാം. ശരി. ഭാസി എഴുന്നേറ്റു. കോണി ഇറങ്ങി താഴത്തെത്തിയപ്പോൾ തളത്തിൽ പിള്ളേരുടെ ബഹളമാണ്. അമ്മ പുറത്തേക്കുള്ള വാതിൽക്കൽ വിദൂരതയിലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കുളി കഴിഞ്ഞ് മുണ്ടൻ രണ്ടാം മുണ്ടുമാക്കിയിരിക്കുന്നു. അമ്മേ, കുട്ടമ്മാമൻ വിളിക്കണു. അമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നീയോ? കുട്ടമ്മാമൻ വിളിക്കണു. എന്താ സിറ്റുവേഷൻ? നോട്ട് ബാഡ്. അച്ഛനൊന്ന് പദം വന്നിരിക്കുന്നു. നീട്ടിയൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ അമ്മ. കോണി കയറുമ്പോൾ മറ്റൊരു വിഷയമാണ് എടുത്തിട്ടത്. ഭാനുവിന് നല്ല സുഖമില്ല തോന്നുന്നുണ്ട്. എന്താ? വിശേഷിച്ചൊന്നുമില്ല. വയറ്റിൽ എന്തോ ഒരു അസ്കിത. അതെപ്പോഴും പറയാറുള്ളതാ. എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷൻ വേറെയാണല്ലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. മറുപടി പറഞ്ഞില്ല. ഈയിടെയായി ഭാനുവിനെ എപ്പോഴും ആവലാതിയാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒരു സ്വൈരവും തരില്ല. മിണ്ടിയാൽ വയ്യായികയാണ് താനും. ഇനി ഏതായാലും കുറച്ചു ദിവസം അമ്മയുടെ കൂടെ ഇരിക്കട്ടെ, അതാണ് നല്ലത്. ഓപ്പോളുടെ കുളി കഴിഞ്ഞു അല്ലേ? എന്നാൽ ഇരിക്കൂ. കുട്ടമ്മാമൻ അച്ഛൻ്റെ അടുത്ത് കിടന്ന സോഫയിലേക്ക് ചൂണ്ടിക്കാട്ടി. ഞാൻ പറഞ്ഞില്ലേ രാവുണ്ണിയേട്ടൻ നമ്മളെക്കാളൊക്കെ കൂടുതൽ കാണാനുള്ള കഴിവുണ്ടെന്ന്. ഓപ്പോള് വെറുതെ കിടന്ന് ചാടിത്തുള്ളി. അല്ലെങ്കിൽ പണ്ടേ പകലെ കാര്യങ്ങളൊക്കെ നന്നായേനെ. അമ്മ പുരികമുയർത്തി ആദ്യം കുട്ടമ്മാമനെയും പിന്നെ അച്ഛനെയും നോക്കി. സംശയം മുഴുവൻ തീർന്നിട്ടില്ലെന്ന ഭാവമാണ് മുഖത്ത്. ഇപ്പൊ രാവുണ്ണിയേട്ടൻ ഇങ്ങോട്ട് തന്നെ സമ്മതിച്ചു, വേലുവേട്ടൻ ചെയ്യണതൊന്നും അത്ര ശരിയല്ലാന്ന്. മുൻപേ അറിയാഞ്ഞിട്ടൊന്നും അല്ല, ചേട്ടനോടുള്ള കൂറുകൊണ്ടൊന്നും മറച്ചു പിടിച്ചൂന്നേ ഉള്ളൂ. സ്നേഹമുള്ള അനിയന്മാരാവുമ്പോ അങ്ങനെ തന്നെയാ വേണ്ടതും. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് രാവുണ്ണിയേട്ടന് തന്നെ ബോധ്യായി. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാവുണ്ണിയേട്ടാ?
അച്ഛൻ അതേ എന്ന് തലയാട്ടി. ആ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എന്താണെന്നാണ് ആലോചിക്കേണ്ടത്. അതും രാവുണ്ണിയേട്ടൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നണത്. രാവുണ്ണിയേട്ടന്റെ അഭിപ്രായം എന്താ? അത് കേൾക്കട്ടെ. അത് ആലോചിച്ചിട്ട് വേണ്ടേ? വേണം. അതിനാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. തീരുമാനിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. രാവുണ്ണിയേട്ടൻ ആദ്യം പറഞ്ഞ പോലെ വേലുവേട്ടൻ തരുമെന്ന് വിചാരിച്ച് കൈയും കെട്ടിയിരിക്കണോ, അതോ അവനോന്റെ കാര്യം നോക്കണം എന്ന് വെച്ചാൽ എന്താ അതിന്റെ വഴി? സമയം കളയാനില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ വേലേട്ടൻ പുതിയ വില്ല് എഴുതാനുള്ള പുറപ്പാടാണ്. രണ്ടാമത് സപ്തതി പ്രമാണിച്ച് സ്വത്തിന്റെ നല്ലൊരു ഭാഗം ദാനം ചെയ്യാനുള്ള ആലോചനയുണ്ട്. അതിനെപ്പറ്റിയും രാവുണ്ണിയേട്ടനോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ വേറൊരു തെളിവ്. ഏതായാലും ഇപ്പോഴെങ്കിലും നമ്മൾ കണ്ണു തുറന്നത് നന്നായി. അതെന്തോ ആവട്ടെ, രാവുണ്ണിയേട്ടൻ പറയൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാവുണ്ണിയേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതാണ്. ഓപ്പോൾക്കും അല്ലേ ഓപ്പോളെ? അമ്മ അതേ എന്ന് തലയാട്ടി. ഭാസി മനസ്സിൽ പുഞ്ചിരി തൂകി. തീർച്ചയായും ഇതൊരു ഒത്തുകളിയാണ്. പാവം അച്ഛന് അത് മനസ്സിലാവില്ല. എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. അച്ഛൻ മുഴുവൻ ബോധ്യപ്പെടാത്ത രീതിയിൽ തപ്പിത്തടയുകയാണ്. നിങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. വഴക്കുണ്ടാവരുത്. കഴിയുന്നിടത്തോളം ഏട്ടനെ മുഷിപ്പിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭംഗിയായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ. രാവുണ്ണിയേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് 100% യോജിപ്പാണ്. ഞങ്ങൾക്ക് 4 പേർക്കും. കുട്ടമ്മാമൻ ഒന്ന് നിർത്തി ഉള്ളം കൈകൊണ്ട് മൂക്ക് തുടച്ചു. ഇവിടെ ഇപ്പൊ കരുണനൊരു വഴി പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനുണ്ണിയെ കൊണ്ട് മാധ്യസ്ഥം പറയിക്കണമെന്ന്. ഭാസി പറയണത് രാവുണ്ണിയേട്ടൻ നേരിട്ട് പറഞ്ഞാൽ മതി എന്നാണ്. എനിക്ക് 2 ആയാലും സമ്മതാണ്. കൃഷ്ണനുണ്ണി ആവുമ്പോ ഇത്തിരി സൂക്ഷിക്കണം എന്ന് മാത്രം. ഞാൻ തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത്. അച്ഛൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഉണ്ണിയെ ഏൽപ്പിക്കാണ് ബെറ്റർ. കാര്യങ്ങൾ കുറെ ചെല്ലുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അപ്പൊ പറയാലോ. ഓ യെസ്. ഒന്നാലോചിക്കുമ്പോ അതാ ശരി. ഒടുക്കത്തെ കയ്യിന്ന് മതിയില്ലോ രാവുണ്ണിയേട്ടൻ. ആ ബുദ്ധി എനിക്ക് പോയില്ല. ഭാസിക്ക് ചിരി വന്നു. പെട്ടെന്ന് പുതിയൊരു വെളിച്ചം കിട്ടിയ പോലെയാണ് കുട്ടമ്മാമൻ അഭിനയിക്കുന്നത്. അച്ഛനായാൽ പന്തിയാവില്ലെന്ന് കുട്ടമ്മാമന് നല്ലതുപോലെ അറിയാം. ഒടുവിൽ അല്ലിച്ചൻ പറയണതും കേട്ടോണ്ട് പോരും. അതുമല്ല, കൃഷ്ണനുണ്ണി അവിടെ ആവുമ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാം. അച്ഛനോടാവുമ്പോൾ അത് പറ്റില്ല. എന്നാൽ എന്താ ഓപ്പോളെ, അങ്ങനെ ആവട്ടെ അല്ലേ? കൃഷ്ണനുണ്ണിയെ കൊണ്ട് തന്നെ പറയിക്കാം. അമ്മ ശരിയെന്ന് തലയാട്ടി. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഉണ്ണിയോട് നമ്മുടെ കാര്യം പറയണമല്ലോ. അതും കൂടി ഒന്ന് തീരുമാനിക്കല്ലേ നല്ലത്. തൽക്കാലം പുലാവു നൂറിയുടെ വസ്തുവിന്റെ കാര്യം പറയാ. അത് പോരെ കുട്ടാ? അത് മതിയോ രാവുണ്ണിയേട്ടാ? അതായിരുന്നുവെങ്കിൽ ഇത്ര വിഷമമുണ്ടോ? ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞ് തീരുമാനിക്കുന്നതല്ലേ നല്ലത്? എല്ലാം ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? വേലുണ്ണിയേട്ടന് ചെറുപ്പാവോ? ആരോഗ്യം ഇങ്ങനെയാണല്ലോ. ആ സ്ഥിതിക്ക് പിരിച്ചു വെക്കാനുള്ളത് ഇപ്പൊ തന്നെ പിരിച്ചു വെക്കുകയാണ് നല്ലത്. പിന്നേക്ക് വെച്ചാൽ കുഴപ്പമാണ്. അച്ഛൻ തലയൊന്ന് ചലിപ്പിച്ച് മൗനാനുവാദം നൽകി. എനിക്ക് ഒരഭിപ്രായം ഉള്ളത് ഞാൻ പറയാം. കുട്ടമ്മാമൻ നിവർന്നിരുന്നു. ഒരു സജഷൻ മാത്രമാണ്. പറയ്. വേലിയേട്ടന് ഭാര്യയും കുട്ടികളും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരാന്ന നോക്കേണ്ടത്. നമ്മുടെ മരുമക്കത്തായ പ്രകാരമാണെങ്കിൽ ഏറ്റവും അടുത്തത് മണൽക്കുന്നിൽ തറവാട്ടിൽപ്പെട്ടവരാണ്. രാവുണ്ണിയേട്ടൻ, കരുണൻ, ഗംഗാധരൻ, മണിക്കുട്ടി എക്സെട്ര. ഗംഗാധരൻ മതം മാറിപ്പോയ സ്ഥിതിക്ക് അവനെ കണക്കിലെടുക്കണ്ട. പിന്നെ അടുപ്പം ഓപ്പോൾക്കും ട്യോൾക്കുമാണ്. രക്തബന്ധമുള്ളവർ ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് വിശാലാക്ഷി അമ്മയുടെ മക്കളാണ്. നിയമം നോക്കിയാൽ അവർക്ക് യാതൊരു അവകാശവും ഇല്ല. പക്ഷെ നിയമം മാത്രം നോക്കിയാൽ മനുഷ്യത്വമാവില്ലല്ലോ. ഭദ്രയാണ് ഇക്കണ്ട കാലമൊക്കെ വേലൂട്ടിന്റെ ഭാഗം നോക്കിയിട്ടുള്ളത്. അവൾക്ക് ന്യായമായിട്ട് എന്തെങ്കിലും കൊടുക്കണം, ഇല്ലെങ്കിൽ ദൈവശാപം ഉണ്ടാവും. ശ്രീധരന് വേലേട്ട് കുറെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും കൊടുക്കാണ്ട വേലേട്ട് സമ്മതിക്കില്ല. അതേപോലെ സുഗുന് വാസ്തവത്തിൽ ശ്രീധരനേക്കാൾ കൂടുതൽ കൊടുക്കണം. കാരണം പഠിപ്പിച്ചു എന്നല്ലാതെ വേലുവേട്ടൻ സുഗുന് വളരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് പൊതുവെ നില. ഇനി ഓരോരുത്തർക്കും എത്ര കുട്ടാ, അച്ഛൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇതൊക്കെ നിങ്ങളെല്ലാവരും കൂടി നിശ്ചയിച്ചാൽ മതി. എനിക്കിതിലൊന്നും വലിയ പിടിയില്ല. ഒടുക്ക എന്താ തീരുമാനിക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞാൻ മേത്തിത്തിരി ചൂടുവെള്ളം പിടിക്കട്ടെ. അതല്ല രാവുണ്ണിയേട്ടൻ. കുട്ടനും കരുണനും സരസ്വതിയും കൂടി നിശ്ചയിച്ചാൽ മതി.
അതെനിക്ക് സമ്മതമാ. എന്റെ സമ്മതം വേണം, അത്രയല്ലേ വേണ്ടൂ. അച്ഛൻ എഴുന്നേറ്റു. പരമാവധി എന്നോട് പറഞ്ഞില്ലെങ്കിലും വിരോധമില്ല, എനിക്കൊക്കെ സമ്മതാണ്. ആ, റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു, ഭാസി ഉള്ളിൽ പറഞ്ഞു. അല്പം മുമ്പ് എല്ലാം മൂളി സമ്മതിച്ചതാണെങ്കിലും വെറുപ്പോടുകൂടിയാണ് അച്ഛൻ എഴുന്നേറ്റ് പോകുന്നത്. അമ്മയുടെയും കുട്ടമ്മാമന്റെയും മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. ഇത് പ്രതീക്ഷിച്ചതാണെന്ന മട്ടിൽ. അച്ഛൻ എണീറ്റ് പോയത് കൊണ്ട് വിശേഷിച്ചു കൂസലുമില്ല. ആളെ ഒപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛനെ കൊണ്ട് മൂളിപ്പിക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? അച്ഛൻ കോണി ഇറങ്ങിപ്പോയപ്പോൾ അമ്മ പറഞ്ഞു, സ്വതേയുള്ള സ്വഭാവം കാണിച്ചതാ, സാരമാക്കാനില്ല, നമുക്ക് തുടരാം. അതെ അതെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ആ, പൊതുവെയുള്ള സ്ഥിതി. ഡീറ്റെയിൽസിലേക്ക് കടന്നാൽ മരുമക്കത്തായ പ്രകാരം ഏറ്റവും അവകാശം തറവാട്ടിലുള്ളവർക്കാണല്ലോ. അപ്പോൾ അവർക്കായിരിക്കണം മുൻഗണന. രാവുണ്ണിയേട്ടൻ, കരുണൻ, മണിക്കുട്ടി, കുട്ടിയോള്, അത്രയൊക്കെ ആലോചിച്ചു പോകാൻ വരട്ടെ. അമ്മ കുറുക്കനെ പറഞ്ഞു. ആദ്യം പ്രധാനപ്പെട്ടത് തീരുമാനിക്കാം, എന്നിട്ടാവാൻ ഡീറ്റെയിൽസ്. പിന്നെ തറവാട്ട് സ്വത്തായാലല്ലേ മരുമക്കത്തായം ബാധകമാവുകയുള്ളൂ. ഈ നാട്ടിലാണെങ്കിൽ അതും ബാധകമല്ല. കുട്ടമ്മാവൻ ഒന്ന് പരിങ്ങി. അത് കണ്ടപ്പോഴാണ് അമ്മ കുറുക്ക പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയത്. മരുമക്കത്തായമെന്ന് പറഞ്ഞാൽ അമ്മായിക്ക് 3 കുട്ടികൾക്കും കൂടി 4 പങ്ക് കുട്ടമ്മാവനും പോവും. അമ്പട സൂത്രക്കാരാ, ഒന്നും കാണാതെ പട്ടര് പുഴയിൽ ചാടില്ലല്ലോ. അല്ല, ഞാനൊരു സജഷൻ വെച്ചൂന്നേ ഉള്ളൂ. കുട്ടമ്മാമൻ പെട്ടെന്ന് തന്നെ പിൻവാങ്ങി. ഓപ്പോൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് തോന്നണത്, അമ്മ ഒന്ന് ഇളകിയിരുന്നു. ആദ്യം തീരുമാനിക്കേണ്ടത് ഒന്നാണ്, ശരിയായ ബന്ധുക്കൾക്ക്, അതായത് രക്തബന്ധമുള്ളവർക്ക് സ്വത്തിൽ എത്ര ഭാഗം, അല്ലാത്തവർക്ക് എത്ര ഭാഗം എന്നാണ്. ആദ്യമേ തലയെണ്ണി പങ്കുവച്ചാൽ അവർക്കും നമുക്കും ഒപ്പമാണ് അവകാശമെന്ന് സമ്മതിക്കുകയായിരിക്കും ഫലം, അല്ലേ? അത് ശരിയാണ്. ഞാൻ പറയാന്ന് വെച്ചാൽ ശ്രീധരനും കൂട്ടർക്കും ഇത്ര കൊടുക്കണം എന്ന് ആദ്യം നിശ്ചയിക്കാം. 3/1, 4/1, പരമാവധി 3/1 കൊടുക്കണമെങ്കിൽ എനിക്ക് വിരോധമില്ല. ബാക്കിയുള്ളത് എങ്ങനെയാ പങ്കുവെക്കേണ്ടത് നമുക്ക് തമ്മിൽ തീരുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാനൊരു അഭിപ്രായം പറയട്ടെ അമ്മായി, കരുണൻ മുന്നോട്ടാഞ്ഞിരുന്നു. അതൊന്നും നമുക്കിപ്പോൾ തീരുമാനിക്കേണ്ട. പിന്നെ എപ്പോഴാ തീരുമാനിക്കാൻ? ഞാൻ മുഴുവനാക്കട്ടെ. നമുക്ക് ഉണ്ണിയോട് പറയാം, എല്ലാവർക്കും ന്യായമായ രീതിയിൽ കിട്ടത്തക്ക വിധം സ്വത്ത് പങ്കിടണം. എങ്ങനെ വേണം, എത്ര വേണം എന്ന് നമ്മളിപ്പോൾ പറയണ്ട. ഉണ്ണിയും വല്യമ്മാവനും കൂടി എന്താ തീരുമാനിക്കണതെന്ന് നോക്കാം. അതനുസരിച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ നമുക്ക് പറയാം. അതല്ലേ നല്ലത്? അതുപോരാ, കുട്ടമ്മാമൻ അമ്മയെ പിന്താങ്ങി. നമ്മുടെ കാര്യം ആദ്യമേ വ്യക്തമായി പറയണതാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ വേലുണ്ണിയേട്ടനും ഉണ്ണിയും കൂടി എന്തെങ്കിലും നിശ്ചയിച്ചാൽ കുഴപ്പമുണ്ട്. ഒന്നാമത് പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഏശില്ല. വേലുവേട്ടൻ വരവണ്ണം നിന്ന നിൽപ്പൊന്ന നീങ്ങില്ല. രണ്ടാമത് രാവുണ്ണിയേട്ടനും അത് മതിയെന്ന് പറയും. ആ, അത് ശരിയാണ്. അമ്മ വേഗം യോജിച്ചു. ആ ഡേഞ്ചർ ഒഴിവാക്കണം. അത് വേണ്ടത് തന്നെ. പക്ഷേ കരുണൻ വിട്ടുകൊടുക്കുന്നില്ല. നമ്മുടെ കൈ മുൻപേ കൂട്ടി കാണിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു ഡിമാൻഡായിട്ടായിരിക്കും വല്യമാവൻ എടുക്കുക. മൂപ്പർക്ക് അതൊട്ടും ഇഷ്ടാവില്ല. കുറെ കൂടി നയത്തിൽ പോണതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. അമ്മയും കുട്ടമ്മാവനും ഉടനെ ഒന്നും പറഞ്ഞില്ല. രണ്ടഭിപ്രായത്തിലും കാര്യമുണ്ട്. നേരത്തെ വേണ്ടത് ചോദിച്ചിട്ടില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ചോദിച്ചാൽ വല്യച്ഛൻ ധിക്കാരായിട്ട് കണക്കാക്കുകയും ചെയ്യും. പുലാവുന്നൂറി ചോദിച്ച പോലെ, അല്ല അതിൻ്റെ കാര്യം പിടിച്ചിട്ടാണല്ലോ ആരംഭിച്ചത്, അപ്പം അതല്ലേ ആദ്യം തീരുമാനിക്കേണ്ടത്? എല്ലാം കൂടി നിശ്ചയിച്ചു വരുമ്പോഴേക്കും സംഗതി വൈകും. ഹോക്ക് വളരെയൊന്നും കാത്തിരിക്കുമെന്ന് തോന്നണില്ല. രണ്ടിലൊന്ന് വേഗം അറിയണം. ഞാനൊരു കാര്യം പറയട്ടെ. ഭാസി മൗനം ഭഞ്ജിച്ചു. സ്വത്തിന്റെ ആകപ്പാടെയുള്ള കാര്യം നിശ്ചയിക്കുന്നതിന് മുമ്പ് പുലാവുന്നൂറുടെ കാര്യം തീരുമാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഉണ്ണി അത് ശരിപ്പെടുത്തി തന്നാൽ മൂപ്പരുടെ സിൻസിയറിറ്റി നമുക്ക് വകവെച്ചു കൊടുക്കാം. അതിന് ട്രയലാക്കിയാൽ എന്താ? നിനക്ക് നിന്റെ തൽക്കാലത്തെ കാര്യം നോട്ടുള്ളൂ, അമ്മ പറഞ്ഞു. അതുമേ പിടിച്ചു നിന്നാൽ ചിലപ്പോൾ അതുമേ അവസാനിക്കുകയും ചെയ്യും. പിന്നെ ഒന്നും കിട്ടില്ല. അമ്മേ, മിനിയുടെ വിളി. അവൾ ഇടനാഴിയിലാണ്. അച്ഛൻ അവിടെ ഉണ്ടോ അമ്മേ? ഇല്ല. മിനി പുറത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് സ്വല്പം പരിഭ്രമമുണ്ടോ? അച്ഛൻ എവിടെയാ? കുളിക്കായിരിക്കും. എന്താ? ചേട്ടത്തിയമ്മയെ ഒന്ന് നോക്കിക്കാനേ. സുഖമില്ലായ ഇത്തിരി കൂടുതലുണ്ടോന്ന് തോന്നുന്നു. അധികമൊന്നുമില്ലല്ലോ. അമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. നിന്റെ സ്വതയുള്ള പരിഭ്രമമാണോ?
പരിഭ്രമമൊന്നുമില്ല, അച്ഛനും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ശരി കുട്ടാ കരുണ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, സൗകര്യം പോലെ പിന്നെ സംസാരിക്കാം. അതെ, പിന്നെ സംസാരിക്കാം, നാളെ ഒറ്റ, കരുണൻ പറഞ്ഞു. നേരം കുറേയായി. ഭാസി കൈത്തണ്ടയിൽ നോക്കി. മണി 8:30 കഴിഞ്ഞു. ഹോക്ക് തീർച്ചയായും മടങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ തന്നെയും ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. ഭാനുവിന് നശിച്ച വയറുവേദനയാണല്ലോ. ആരോടൊന്നില്ലാതെ നേരിയൊരു വെറുപ്പ് തോന്നി. പോട്ടെ, ഒന്ന് ഫോൺ ചെയ്ത് കളയാം. അമ്മ ഇടനാഴിയിലേക്ക് കടന്നപ്പോൾ ഭാസി കുട്ടമ്മാമ്മൻ്റെയും കരുണൻ്റെയും പിറകെ കോണിയിറങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 3-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വായനയും കൊണ്ട് വേഗം എത്താം. നന്ദി.